നമ്മൾ STM F1 സീരീസ് ICയുടെ ഡാറ്റ ഷീറ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ GPIയോടെയൊക്കെ എല്ലാത്തിൻ്റെയും ക്ലോക്ക് എങ്ങനെ RCC എങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നമ്മൾ രജിസ്റ്ററുകൾ ഏതൊക്കെ രജിസ്റ്റർ ആണെന്നുള്ളത് IDR, ODR, VS, RR, BRR എല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ള GPIയുടെ ഇൻപുട്ട്, അതായത് GPI പിന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ, അനലോഗ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. GPI ഇൻപുട്ട് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അനലോഗ്, പിന്നെ ഫ്ലോട്ടിങ്, പിന്നെ പുള്ളപ്പ്, പുൾ ഡൗണ്, അത്രയും കാര്യങ്ങളാണുള്ളത്. അതുപോലെ ഔട്ട്പുട്ട് മോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ് പുള്ള്, ഓപ്പൺ ഡ്രെയിന്, അങ്ങനെ 2 ഓപ്ഷൻസാണ് ഉള്ളത്. അതുപോലെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷനിലും ഇത് സെയിം തന്നെയാണ്. അത് ഓൾട്ടർനേറ്റ് പുഷ് പുൾ എന്ന് പറയും, ഓൾട്ടർനേറ്റ് ഓപ്പൺ ഡ്രെയിൻ എന്ന് പറയും. ഈ പുഷ് പുൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഇതായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. പുഷ് പുൾ എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. സെയിം നമ്മൾ വേറെ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു LED ആണെങ്കിൽ ഓണും ഓഫും ആക്കുമല്ലോ, സെയിം തന്നെ ആ ഒരു ഫംഗ്ഷനെ അവരൊരു പ്രത്യേക പേരിട്ടങ്ങ് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ 2 ഫംഗ്ഷൻ, ഓപ്പൺ ഡ്രെയിനും 2 ഡിഫറൻ്റ് ആണല്ലോ. ഓപ്പൺ ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടാണ് ഓപ്പൺ ഡ്രെയിൻ ആക്കുന്നത്. കാരണം പുള്ളപ്പാണല്ലോ ശരിക്കും. അപ്പോൾ അതിന് പകരം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇത് ചെയ്യുന്നതിനാണ് ഓപ്പൺ ഡ്രെയിൻ, പുഷ് പുൾ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഓൾട്ടർനേറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടൈമർ ഉണ്ടാവും, അതിൽ യൂസാർട്ട് ഉണ്ടാവും, SPI ഉണ്ടാവും, I2S ഉണ്ടാവും, ADC ഉണ്ടാവും, CAN ഉണ്ടാവും, USB ഉണ്ടാവും, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ഉണ്ടാവും, പിന്നെ നമുക്ക് സിസ്റ്റം ഡീബഗിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം വിശദമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ നോക്കാം.